അനാമിക ഓർക്കാണ് എങ്ങനെയെങ്കിലും നയനെ നവീൻ തമ്മിൽ തെറ്റിക്കാൻ നോക്കിയാൽ അത് നല്ല ഗോൾഡൻ ചാൻസ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ അവളുമാരോടൊന്ന് പുറത്താക്കാൻ വളരെ സിമ്പിൾ ആയിരിക്കും. രണ്ടുപേരും ഒരുമിച്ചുള്ളതുകൊണ്ടാ അവളുമാരെ ഒന്നും ചെയ്യാൻ സാധിക്കാത്തത്. അങ്ങനെ അനാമിക ഓർക്കാണ് ഇവിടെ വന്ന സമയത്തൊക്കെ നവ്യ നയനും തമ്മിൽ ഒട്ടും ഇഷ്ടത്തിലല്ലായിരുന്നല്ലോ. അതിന് കാരണം തന്നെ നവ്യ സ്നേഹിച്ച ആളായിരുന്നല്ലോ ആദർശും നവ്യായിരുന്നല്ലോ സ്നേഹിച്ചത്. ഒരു ഇൻസിഡന്റിലൂടെ ആയിരുന്നല്ലോ നയനയുടെ വിവാഹം. അതുകൊണ്ട് തന്നെ വിവാഹത്തിന് ശേഷം അഭി തനിക്ക് പറ്റിയ ആളല്ലെന്ന് മനസ്സിലാക്കി നവ്യ ആകെപ്പാട് വിഷമത്തിലും അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ സംഭവങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ അനാമിക മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അത് വെച്ച് അനാമിക പോയിട്ട് അവളുടെ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് അമ്മയോടും അച്ഛനോടും ഈ പ്ലാനിങ് പറയുന്നുണ്ട്. അച്ഛ അമ്മേ ഈ സമയത്ത് നയൻ അവളുടെ വീട്ടിലേക്ക് പോയിരിക്കാം. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ എന്തോ കാര്യം സംസാരിക്കാനായിരിക്കും ആദർശിന്റെ മുറിയിൽ നിന്ന് നവ്യ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഈ ഒരു സംഭവം കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു കാര്യം ഉദിച്ചു വന്നത്. അവർ തമ്മിലൊരു അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞു പരത്തിയാലോ? എന്തെങ്കിലും ചാൻസ് വെച്ച് അതങ്ങ് നാട്ടിച്ചു വിട്ടാലേ. ആ ആദർശ് എന്ന് പറഞ്ഞ കാണല്ലോ ഇപ്പൊ MD സ്ഥാനം, പേരും പ്രശസ്തിയും എല്ലാം അതും ഒന്ന് കെട്ടടങ്ങി കിട്ടും. അതുപോലെ തന്നെ നയനയാണെങ്കിലും ആദർശിനെ വെറുക്കും. നവ്യയും നയനും തമ്മിൽ അടിയാവും. അങ്ങനെ അവരെല്ലാവരും തമ്മിൽ നല്ലതായിട്ട് തെറ്റിപ്പിരിയും. അങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല ഗോൾഡൻ ചാൻസാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയാണ്, എന്തായാലും നീ പറഞ്ഞത് നല്ല കാര്യമാ മോളെ, ഇത് തന്നെ നമുക്ക് ട്രൈ ചെയ്യാം. അങ്ങനെയാണെങ്കിലേ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കും എന്നൊക്കെ രേവതി പറയാണ്. ഇനി ഇതൊക്കെ എങ്ങനെ പ്ലാൻ ചെയ്യും എന്ന് അനാമിക ചോദിക്കുമ്പോൾ രേവതി പറയാണ്, എന്തായാലും മോള് ഒറ്റയ്ക്ക് വേണ്ട, ഞാനും കൂടെ വരാം, എങ്കിലേ നമുക്ക് നല്ല രീതിക്ക് പ്ലാനിങ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാ, ഞാൻ ഒറ്റയ്ക്ക് ഉള്ളപ്പോൾ എനിക്കൊരു ബലക്കുറവ് പോലെ. എന്തൊക്കെ എൻ്റെ അമ്മായിയമ്മയും ആ വല്യമ്മയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലേ ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല. അമ്മ തന്നെ വേണം, എങ്കിൽ മാത്രമേ നമുക്ക് കാര്യങ്ങളെ നല്ല രീതിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടേ ആ ജലജാപ്പച്ചയങ്ങളെ കൂടെ കൂട്ടാം, അവർ പറ്റിയ കമ്പനിയെ എന്ന് പറയുന്നുണ്ട്. വീണു പറയാണ്, വേണ്ട, ആ ജലജ വിശ്വസിക്കാൻ പറ്റത്തില്ല, കൂടെ ഒന്ന് കാലുവാരി കളയും, മോള് ശ്രദ്ധിച്ചോണം. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം അച്ഛാ, എന്തെങ്കിലും എനിക്കിട്ട് പണിയാൻ വന്നാലേ 8 പണി ഞാൻ അവർക്കിട്ട് തിരിച്ചു കൊടുക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനാമിക രേവതിയെയും കൂട്ടിക്കൊണ്ട് അനന്തപുരിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ അവർ പോയിട്ട് ദേവേലിനെയൊക്കെ കാണുകയും കുറേ സോപ്പിടുകയും അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് അനി ഇങ്ങനെ പുറത്തിരിക്കുന്ന കാണുമ്പോൾ ആദർശ് ചോദിക്കാണ്, എന്താണ് നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഓ, അനാമികയുടെ അമ്മ വന്നിട്ടുണ്ട്. രണ്ടും കൂടെ ഇനി മുറിയിലിരുന്ന് ഏത് സമയം എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കാനുള്ള പ്ലാനിങ്ങിലായിരിക്കും. എനിക്ക് ആ മുറിയിലോട്ട് പോലും കയറാൻ എനിക്കിപ്പോൾ വയ്യ. പണ്ട് ആ മുറിയായിരുന്നു എൻ്റെ ലോകം. ആ മുറിക്കകത്ത് കയറിയിരിക്കുമ്പം എനിക്ക് കവിതകളൊക്കെ വരുന്നത് അങ്ങനെ ഓർക്കാൻ കൂടി വയ്യ. എപ്പോഴും ഞാനിരുന്ന് കവിതകൾ എഴുതുമായിരുന്നു. എൻ്റെ മുറിയിൽ നിന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങോട്ടേക്ക് കയറാൻ പോലും എനിക്ക് തോന്നുന്നില്ല ആദർശേട്ടാ. ഇപ്പം അവളുടെ പ്രസൻസാ ആ മുറി നിറയെ, അതെനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല. എപ്പോൾ നോക്കിയാലും ആരെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ള പ്ലാനിങ്ങില്ല അവളുടെ അമ്മയൊക്കെ. എങ്ങനെ മഴക്കുണ്ടാക്കുന്നൊക്കെ നോക്കി നടക്കുക. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പോലും തോന്നുന്നില്ല എന്നൊക്കെ അഭി പറയുന്നുണ്ട്. അവൻ പറയുന്നുണ്ടോ. ആദർശ് പറയാണ്, അനി എന്തൊക്കെയാണെങ്കിലും വിവാഹം കഴിഞ്ഞു പോയില്ലേ, നീ ഇപ്പം അവളുടെ ഭർത്താവാ. അതുകൊണ്ട് കഴിഞ്ഞെല്ലാം മറന്ന് അവളെ സ്നേഹിക്കാൻ നോക്ക്. അനി പറയാണ്, എൻ്റെ പൊന്നാദർശേട്ടാ, സ്നേഹിക്കണമെങ്കിലേ ഇങ്ങോട്ടും അത് എന്തെങ്കിലും വേണ്ടേ? ആദർശേട്ടന് ആദ്യം നയനച്ചിൽ എന്തുമാത്രം വെറുത്തിരുന്നതാ, ഇപ്പൊ സ്നേഹിക്കുന്ന എന്തുകൊണ്ടാ? നയനച്ചിയുടെ സ്വഭാവകാരനല്ലേ? നയനച്ചി ആദർശേട്ടനെ അതുപോലെ സ്നേഹിച്ചിട്ടല്ലേ? അങ്ങനെ ഒരു സ്നേഹം എനിക്കും കിട്ടുവാണെങ്കിൽ ഞാനവളെ സ്നേഹിക്കില്ലേ? പലതവണ ഞാൻ ശ്രമിച്ചു നോക്കി, പറ്റുന്നില്ല. എപ്പോഴും അവള് ദേഷ്യപ്പെട്ട് കടിച്ചു കീറിക്കൊണ്ട എൻ്റെ മുമ്പിലേക്ക് വരുന്നത്. അത് കാണുമ്പോൾ തന്നെ എനിക്കങ്ങോട്ട് എൻ്റെ കൺട്രോൾ പോവാ ആദർശേട്ടാ. ഇപ്പം വീട്ടിലൊന്നും ഇരിക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പുറത്തൊന്നും ഇരിക്കുന്നേ. അതിൻ്റെ കൂടെ എൻ്റെ അമ്മയും കൂടെ കൂടുമ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആദർശ് പറയാണ്, അതൊന്നും സാരമില്ല, അതൊക്കെ മാറും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ആദർശും അനി ഇരിക്കുന്നിടത്തോട്ട് നവ്യ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നവ്യയും വന്നിട്ട് അനിയുടെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പം അനിയുടെ അടുത്ത് തന്നെ നമ്മുടെ ആദർശ് നിൽക്കുന്നുണ്ടല്ലോ. അപ്പം അനി അവിടെ നിൽക്കുന്നത് ഇങ്ങനെ കാണാൻ സാധിക്കില്ല. ആദർശും നവ്യ തമ്മിൽ സംസാരിക്കുന്ന പോലെ ആയിരിക്കും തോന്നുക. ഇവർ മൂന്നിനും സംസാരിക്കുന്നതായിട്ട് കാണുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ അനാമിക ടെറസിൻ്റെ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ്. ആദർശും നവ്യ തമ്മിൽ അടുത്തുനിന്ന് സംസാരിക്കുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു വീഡിയോ അവളുടെ രേവതികൾ എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആദർശ് ഇങ്ങനെ മുറിയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് നവ്യ എന്തോ ഒരു കാര്യം പറയാനായിട്ട് ആദർശിന്റെ മുറിയിലേക്ക് പോവാണ്. അങ്ങനെ ആദർശിന്റെ മുറിയിലേക്ക് പോകുന്ന സമയത്ത് ആദർശിനോട് നവ്യ പറയുന്നുണ്ട്, അല്ല ആദർശേട്ടാ, ആദർശിന്റെ നയനടുത്തേക്ക് പോകുന്നുണ്ടോ? ഉണ്ട്, ഞാൻ കുറച്ച് കഴിയുമ്പോൾ പോകുന്നുണ്ട്. എന്താ നവ്യ വരുന്നുണ്ടോ? ഉണ്ട് ആദർശേട്ടാ, എനിക്കും അവളെ ഒന്ന് കാണണം. എല്ലാ ദിവസവും ഞാൻ ഓട്ടോ വിളിച്ചാൽ പോവാറ്. ഓട്ടോയിലേക്ക് അധികമായിട്ട് പോകാൻ ഈ സമയത്ത് പറ്റില്ലല്ലോ, അതുകൊണ്ടാ
എൻ്റെ പൊന്നു നവ്യെ, ഇവിടെ വണ്ടി കിടപ്പില്ലേ, നിനക്ക് ഏതെങ്കിലും വണ്ടി എടുത്തോട്ട് പോയിക്കൂടെ? അത് പിന്നെ ഇവിടെ അമ്മായിയും ചെറിയമ്മയൊക്കെ ഓരോന്നൊക്കെ പറയാൻ തുടങ്ങും. അതിലും ഭേദം ഞാൻ ഓട്ടോയ്ക്ക് പോകുന്നത് കരുതിയിട്ടാ. ഇനിയിപ്പോൾ നീ അങ്ങനെ പോകണ്ട. നിനക്ക് പോകണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ടുപോയിക്കോളാം. അല്ലെങ്കിൽ ഞാൻ അബിയോട് പറയാം, 2 റൗണ്ട് കൊടുക്കാം. അയ്യോ അതൊന്നും വേണ്ട, ഇനി അതിൻ്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട. ആദ്യശേട്ടൻ പോകുമ്പം എന്നെ കൂടി വിളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ റൂമിൽ നിന്ന് സംസാരിക്കുന്നതും ഇവർ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഈ റൂമിൽ സംസാരിക്കുന്ന ആ ഒരു സംസാരം ഒന്നും കേൾപ്പിക്കാതെ തന്നെ അവൾ റൂമിൽ ഒരു നിൽക്കുന്നത് മാത്രം കാണിച്ച് വീഡിയോ എടുക്കുന്നുണ്ട്. ശേഷം ഉച്ച കഴിയുമ്പോഴേക്കും ആദർശ് പോയിട്ട് മുത്തശ്ശനും പറയുന്നുണ്ട്, ഞാനും നവ്യയും കൂടി നയനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് പോവാണ്. നവ്യ എല്ലാ ദിവസവും ഓട്ടോയിലാണ് പോണത്, അങ്ങനെ പോണത് ശരിയില്ലെന്ന് പറയുമ്പം മുത്തശ്ശൻ പറയാണ്, ശരിയാ, അങ്ങനെ ഇനി ഓട്ടോയിലേക്ക് ഒന്ന് യാത്ര ചെയ്യേണ്ട സമയമൊന്നും അല്ല ഇത്, സൂക്ഷിക്കണം. അതുകൊണ്ട് ആദർശ് മോനെ നീ തന്നെ കൊണ്ടുപോയിട്ട് നീ തന്നെ തിരിച്ചുകൊണ്ടിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദർശ് ശരിയെന്ന് പറയാണ്. അങ്ങനെ നവ്യയും ആദർശും കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് അനാമിക അവർ തമ്മിൽ ഒരുമിച്ച് പോകുന്നതും കാറിൽ കയറി പോകുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസും സേവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ദേവയാനിയോടും ജാനകിയും ജലജയൊക്കെ ഇരിക്കുന്ന സമയത്ത് അവൾ വന്നിട്ട് പറയാണ്, ഞാനൊരു കാര്യം പറഞ്ഞാൽ ആരും ഇവിടെ ദേഷ്യപ്പെടില്ലെന്ന് പറയുമ്പം ജാനകി ചോദിക്കുകയാണ്, മോളോട് ഞങ്ങൾ ആരെങ്കിലും ദേഷ്യപ്പെടുമെന്ന് ചോദിക്കുന്നുണ്ട്. അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും ജലജയോട് പറയാണ്, അപ്പച്ചിയുടെ മരുമോളുടെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. അപ്പച്ചി ദേഷ്യപ്പെടുമെന്ന് പറയുമ്പം എന്ത് കാര്യമാണ് മോളെ, അവളിങ്ങനെ നടക്കുന്നവളല്ലേ, അവളെക്കുറിച്ച് എന്ത് പറഞ്ഞാൽ എനിക്കെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ദേവേന്ദ്ര പറയാണ്, അത് പിന്നെ വല്യമ്മയുടെ മോൻ്റെ കാര്യമാണ്, ആദർശിൻ്റെ കാര്യമോ, എന്ത് കാര്യം എന്നും പറയുമ്പോഴേക്കും നമ്മുടെ അനാമിക പറയാണ്, അത് പിന്നെ നയന ഇവിടെ ഇല്ലല്ലോ കുറേ ദിവസമായിട്ട്. നയന വീട്ടിൽ പോയ സമയം തൊട്ടേ നവ്യയും ആദർശയും തമ്മിൽ എന്തോ ഒരു അരുതാത്ത ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നു പറയുമ്പോഴേക്കും ദേവേനി പറയാണ്, അനാമിക നീ എന്തൊക്കെയാ പറഞ്ഞേ, മിണ്ടാതിരിക്കുക, അങ്ങനൊന്നും പറയാൻ പാടില്ല. അതെ അവൻ്റെ അനിയത്തിയായിട്ട് വരും, അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കാൻ കൂടി പാടില്ല. ആദർശ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അത് പിന്നെ വല്യമ്മേ, ഒരു കാലത്ത് ആദർശേട്ടനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയല്ലേ നവ്യ. ആ സമയത്തല്ലേ ഈ നയന ഇടയ്ക്ക് കയറി വന്നിട്ട് എല്ലാം അലങ്കോലമാക്കിയത്. ആദർശിന്റെ മനസ്സിൽ ആ ഒരു പ്രണയമില്ലെന്ന് പറയാൻ സാധിക്കുമോ? അനിയെ കണ്ടില്ലേ, നന്ദുവിനെ സ്നേഹിച്ചിട്ട് ഇപ്പോഴും എന്നെ സ്നേഹിക്കാതെ അവളെ തന്നെ മനസ്സിൽ കൊണ്ട് നടക്കുക. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവർ 3 ആളേക്കാണ്. എന്നിട്ട് അനാമിക പറയാണ്, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കില്ല. എന്താ മോളെ? അത് ഇന്നലെ രാത്രിയിൽ ഞാൻ കണ്ടതാ. രാത്രി സമയത്ത് ആദർശിൻ്റെ മുറിയിൽ നിന്നും വെളുപ്പാകാറായപ്പോഴേക്കും നവ്യ ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടതാന്ന് പറയുമ്പോഴേക്കും ദേവയാനിയും ജാനകിയും ജലജ അങ്ങ് ഷോക്കാവുന്നുണ്ട്. എന്താ മോളെ പറഞ്ഞേ, മോള് വന്ന് സത്യമാണോ? അപ്പോഴേക്കും രേവതി പറയാണ്, അതെ മോള് പറഞ്ഞ സത്യ, ഞാനും കണ്ടതാ. വിശ്വാസം ആയില്ലെങ്കിലും കരുതിയിട്ടാ മോൾ എന്നെ അങ്ങോട്ട് വിളിച്ച് കാണിച്ചത്. അത് മാത്രമല്ല മോളുടെ കയ്യിൽ തെളിവുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനാമിക ആ വീഡിയോസൊക്കെ കാണിക്കുകയാണ്. അവൾ വെളിയിൽ പോയി സംസാരിക്കുന്നതും മുറിയിൽ കയറുന്ന സംസാരിക്കുന്നതും ആദർശോടെ ഇരിക്കുമ്പം നവ്യ പോയി നിന്നായിരിക്കും സംസാരിക്കുക. ആ ഒരു വീഡിയോയും അതുപോലെ തന്നെ കാറിൽ കയറി ഇപ്പം 2-3 ദിവസം നയനെ കാണാൻ എല്ലാ ദിവസവും പോകുന്നുണ്ടല്ലോ, ആ വീഡിയോസൊക്കെ കാണിക്കുകയാണ്. നയനെ കാണാനാന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ വേറെ എങ്ങോട്ടൊക്കെയാണ് പോണത്. അമ്മ ഇതൊന്ന് നോക്കിക്കേ, എല്ലാ ദിവസവും അങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക ഇങ്ങനെ ഫോണൊക്കെ എല്ലാവരും കാണിക്കുന്നുണ്ട്. അങ്ങനെ ദേവയാനിക്കും ജലജലം ജാനകിയുടെ മനസ്സിലേക്ക് സംശയത്തിന് വിത്തുകൾ പാകിയിട്ടിങ്ങനെ അനങ്ങാതിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അനാമിക. ബാക്കി സ്റ്റോറി അടുത്തൊരു അപ്ലോഡ് ചെയ്യാം കേട്ടോ.